ബയോഗ്യാസിന്റെ സ്ലറി ബാരലിൽ നിറക്കിയാണ്. ഒരു ബാരൽ സ്ലറി ആവശ്യമുണ്ട് നമുക്കിന്ന്. ഞങ്ങളെ മോട്ടർ വെച്ചിട്ട് സ്ലറി ടാങ്കിന് നമ്മൾ തോട്ടത്തിലും മറ്റു വിളകൾക്കൊക്കെ നമ്മൾ ഇതുപോലെ അടിയിലൂടെ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതിനൊക്കെ ഇതുപോലെ ബാരൽ സ്റ്റോക്ക് ചെയ്തു. ഇപ്പൊ റിച്ചുവിനെ മോട്ടറിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. നമ്മൾ ഇതുപോലെയുള്ള പൈപ്പിലാട്ടോ സ്ലറി തോട്ടത്തിലൊക്കെ എത്തിക്കുന്നത്. നമുക്ക് ഒരു ബാരലാക്കി കഴിഞ്ഞാൽ നിർത്താം. ഇത് ഇവിടെ വെച്ച് ചെയ്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ ബാരൽ വെച്ചിട്ടുള്ളത്. റിച്ചു ഓഫ് ചെയ്തോ? ഓഫാക്കി. നമ്മളെ പരിപാടി ഇതല്ല കേട്ടോ, സ്ലറി ഒഴിക്കലുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ലറി നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ളത് നമ്മളെ പച്ചമുളകിന് ഒഴിച്ചു കൊടുക്കാനാണ്. ഇത് നമ്മളെ പച്ചമുളകിന്റെ തൈകളൊക്കെ ചട്ടിയിലായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ തൈകളിൽ നിന്ന് നമുക്ക് ചെറിയൊരു പണി ചെയ്യാനുണ്ട്. ഇതാ അത്യാവശ്യം വലിപ്പം വളർച്ചക്കായി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെ തൈകൾ സെറ്റാക്കി വെച്ചാണ്. നമുക്ക് ചെയ്യാനുള്ളത് ഈ തൈകളിലൊക്കെ കണ്ടില്ലേ, ഇതൊന്ന് പടർന്ന് കിട്ടാനായിട്ട് നമ്മൾ ഇതിന്റെ തലപ്പ് നിന്ന് ഉള്ളി കൊടുക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ ആയി വരുന്നുണ്ട്, പക്ഷെ പൂവൊന്നും നോക്കണ്ട. ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തലപ്പ് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ നുള്ളി ഒഴിവാക്കാം. ചെണ്ടുമല്ലിയൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് നട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇതുപോലെ തലപ്പ് നുള്ളി കൊടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ടായി വരുന്നത്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് നുള്ളി കൊടുക്കട്ടെ. പച്ചമുളക് നട്ട് ഈ പരിഭാവം വരുന്ന രോഗമാണ് കണ്ടില്ലേ, ഇലചുരുളിച്ച. ഇതെന്തായാലും എല്ലാ സമയത്തും പച്ചമുളക് വരുന്ന രോഗമാണ്. അപ്പോൾ ഇതിന്റെ തലപ്പ് നുള്ളട്ടെ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇല ഇതുപോലെ ആവും. നമുക്ക് എന്തായാലും ഇതിന് പെട്ടെന്ന് തന്നെ ഇനി മരുന്ന് അടിച്ചു കൊടുക്കണം. നമുക്ക് പുകയില കഷായോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാന്താരിമുളകും നല്ല അരച്ചിട്ട് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എന്നാലും ഒരു പ്രാണി വന്നിട്ട് ഇതിന്റെ അടിയിൽ നീര് ഊറ്റി കുടിക്കുമ്പോഴാണ് ഈ ഇലചുരുളിച്ച വരുന്നത്. ഇലചുരുളിച്ച വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മുരടിപ്പ് വന്നു ചെടിക്ക്. പിന്നെ അധിക എണ്ണത്തിനും മുകളിൽ തന്നെ 2 ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യേണ്ട സമയം കുറച്ച് വൈകിപ്പോയി, മറ്റു പണികൾ തിരക്കായിരുന്നതും വിട്ടുപോയതാ. അപ്പൊ ചിലതിന് 2 എണ്ണം കട്ട് ചെയ്ത് കളയണം. ഇതിനൊക്കെ ഉണ്ടോ ഇതുപോലെ 2 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും നമ്മൾ 2ഉം കട്ട് ചെയ്ത് ഒഴിവാക്കും, എന്നാലും അവിടുന്ന് വേറെ വന്നോളും. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ് കേട്ടോ. എന്നാലും പുതിയ ഇങ്ങനെ പൊട്ടി ഉണ്ടാവും കേട്ടോ. ഇത് ഉമ്മ അന്ന് കുറെ മുന്നേ മുരടിപ്പ് വന്നിട്ട് ഒന്ന് ഉള്ളി കൊടുത്തതാ. അപ്പൊ അത് കണ്ടിങ്ങനെ പടർന്നു വരുന്നത്. നമ്മള് അങ്ങനെ കാണുമ്പോൾ നമ്മൾ നുള്ളി കൊടുത്താലൊന്നും അത് പോവില്ല. അതിന് നമ്മൾ മരുന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഗ്രോ ബാഗിൽ നട്ട തൈകൾ കണ്ടില്ലേ, നല്ല ഉഷാറൊക്കെ ഉണ്ട് തൈകള്. ഇതിനും ഇല ചുരുളിച്ച ഇതിനും തുടങ്ങുന്നുണ്ട്. ഇതാ അങ്ങോട്ടൊക്കെ ഗ്രോ ബാഗിൽ വെച്ചതാണ്. ഇതൊക്കെ ഒന്ന് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. ரொம்ப സ്പീഡ് കഴിയും. പിന്നെ ഇതാ നമ്മളാ നുള്ളുന്ന ഇലകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇലകളും കുറച്ചുണ്ട്. ദുപ്പേരി വെക്കാൻ താളിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ ഇതിങ്ങനെ ഏതായാലും നുള്ളി എടുത്തൊക്കെ കളയേണ്ടല്ല, നല്ല ഫ്രഷ് ഇലകളാണ്. കാന്താരി മുളകിന്റെ ഒക്കെ ഇതുപോലെ താളിക്കാൻ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കലുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലറി ഒഴിക്കുക. ഗ്രോ ബാഗുകളിലൊക്കെ അങ്ങോട്ടൊക്കെ ഗ്രോ ബാഗ് വെച്ചാട്ടോ. ആ സൈഡിലൊക്കെ ഉണ്ട്. ഗ്രോ ബാഗിലും കുറച്ച് ചെറിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ലറി നോക്കി നല്ല വെള്ള രൂപത്തിലുള്ളതാണ്. പച്ചക്കറികൾക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നല്ല ലൂസായ സ്ലറിയാണ് എടുക്കുക കേട്ടോ. ടൈറ്റുള്ള സ്ലറി നമ്മൾ കാപ്പിക്കും തെങ്ങിന് തടത്തിലും കാപ്പി ചോട്ടിലൊക്കെ തട്ടിപ്പോയി ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. ഇതിന് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അടിക്കുന്നത് കുറച്ച് ടാങ്കിൽ നിന്ന് വരുന്ന ആദ്യത്തെ കുറച്ച് സ്ലറി ഇതുപോലെ നല്ല വെള്ള രൂപത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറുന്നനാവുക. പച്ചക്കറിക്കൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റാക്കിയൊക്കെ നല്ല ഇതുപോലത്തെ സ്ലറി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മുളക് നട്ടിട്ട് നമ്മൾ ആദ്യത്തെ സ്ലറി ഒഴിക്കില്ല കേട്ടോ, ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുവരെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ നടുമ്പ ചെയ്ത വളങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ലറി ഇതുപോലെ സ്ലറി ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് നനയ്ക്കുന്നതിന് ഇതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഒരു വെയിലറച്ചപ്പോഴത്തേക്കും മഴ നിന്ന് ഒരു വെയിലറച്ചപ്പോഴത്തേക്കും കണ്ടില്ലേ ഒക്കെ നല്ല ഉറച്ചു പോയിട്ടുണ്ട്. അപ്പൊ നനവും കിട്ടും, ഇങ്ങനത്തെ സ്ലറി ഒഴിക്കുമ്പോൾ വളവും കിട്ടും. 2 ഉപകാരം ഇല്ല ഇങ്ങനെ സ്ലറി ഒഴിച്ചോളൂ. അപ്പൊ നമ്മളിതാ ഈ നുള്ളി കളഞ്ഞതിന്റെ ഒക്കെ ഒരു ചെടിക്ക് ഒരു കരുത്തുള്ള സമയത്ത് നമ്മൾ ഈ നുള്ളുന്നത് ഇനി ഒന്നും കൂടെ റെഡിയായി വരും. ഈ സ്ലറി അങ്ങോട്ട് കിട്ടുമ്പോൾ നല്ല നൈട്രജനും, നമ്മൾ യൂറിയ ഇടുന്നതിന് പകരമാണ് സ്ലറി വയ്ക്കുന്നത്. നൈട്രജൻ ആയിട്ട് കിട്ടുമ്പോൾ നല്ല കരുത്തിൽ ഇതൊക്കെ പൊട്ടി ഉണ്ടാവും ചെയ്യും. ഇലകൾക്കൊക്കെ ഒന്നും കൂടി ഇനി ഇപ്പൊ ഈ കണ്ടില്ല, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് കാണിച്ചു തരാം. പച്ചപ്പ് വരും. ഇപ്പൊ ചെറുതായിട്ട് ഈ പച്ചപ്പിനെക്കാട്ടി കൂടുതൽ നല്ല കടുപ്പുള്ള പച്ച നിറം വരും. സ്ലറി ഒഴിക്കൽ തുടങ്ങി നമ്മൾ ആഴ്ചയിലൊരു 2 വട്ടമൊക്കെ ഒഴിച്ചു കൊടുക്കാം, 2 3 വട്ടമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നനയ്ക്കുന്നതിന് പകരം സ്ലറി കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ആ നനവും ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ സ്ലറി ഒഴിക്കലോ വളം കൊടുക്കലോ ആവും. കണ്ടില്ലേ, ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രോ ബാഗിലും ഇതിലൊക്കെ വെക്കുന്ന ഒരു ഗുണം കിട്ടും. ഇടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന ഇത് വരില്ല. വേനലിൽ നടുമ്പോൾ ഇത് ഏറ്റവും വലിയ പ്രശ്നത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നനച്ചു കൊടുക്കൽ നല്ലൊരു പണിയാണ്.
നമ്മൾ മുകളിലൂടെ സ്പ്രിംഗ്ലർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ചെടികളൊക്കെ ഒടിഞ്ഞു പോകും. ഇതുപോലെ താഴെ കൂടെ തന്നെ പിടിച്ച് ഒഴിച്ചും കൊടുക്കണം. പിന്നെ ഇങ്ങനത്തൊക്കെ നല്ല ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അടിയിൽ നനവ് കിട്ടൂല മുകളിലൂടെ നനച്ചു കൊടുത്താൽ. അല്ലെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ ചെയ്യണം, അതൊക്കെ ചെലവ് കൂടിയതാണ്. നമ്മളെ മാക്സിമം ചെലവ് ചുരുക്കിയിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാം. പിന്നെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. നമ്മളെ മുളകിന്റെ തൈയിലൊക്കെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയാൽ നമ്മൾ സ്ലറി ഒഴിക്കൽ നിർത്തും കേട്ടോ. ആ സമയത്തിന് സ്ലറി ഒഴിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ കൂടിയിട്ട് നമ്മുടെ ഇലകളിലോട്ടൊക്കെ കരുത്ത് പോയിട്ട് കായ്ക്കൽ കുറയും. അപ്പൊ ഇത് ഏറ്റവും നല്ല ചീരക്കൊക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. മറ്റേ കായ്ക്കുന്ന സാധനങ്ങൾക്ക് പച്ചമുളക്, വഴുതന, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കായ്ക്കുന്ന ഏതിനും കായ് പറിക്കുന്ന എല്ലാത്തിനും നമ്മൾ പൂക്കുന്ന വരെ ഇങ്ങനെ സ്ലറി ഒഴിക്കാൻ പാടുള്ളൂ. ഓവർ കരുത്തായി കഴിഞ്ഞാൽ നമ്മൾ ഇല കൊണ്ടുപോകും കരുത്തൊക്കെ, കായ ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. മുളകിന്റെ തൈകളൊക്കെ ഇതുപോലെ നട്ടവരുണ്ടാവും കേട്ടോ. അത് നിലത്ത് നട്ടവരുണ്ടാവും, ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ടവരുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു പരിവാവും, ഇത് കുറച്ച് കൂടിപ്പോയിട്ട് ഇതാവുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഇതുപോലെ തലപ്പൊക്കെ നുള്ളി കൊടുക്കുക. ധൈര്യത്തിൽ നുള്ളിക്കോളി, ചെടിക്കൊന്നും പറ്റൂല, നല്ല പടർന്നു വരും. അല്ലെങ്കിൽ കോല് പോലെ പോയിട്ട് കായ്ക്കലും കുറയും. നമ്മളെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, കമ്പൊക്കെ കുത്തി കൊടുക്കുക. ഇത് നമ്മൾ നല്ല പടർന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചെരുവുണ്ടി മാത്രം കമ്പ് കുത്തി കൊടുത്താൽ, അല്ലെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, പിടിച്ചു കിട്ടും. റൗണ്ടായി നിൽക്കുമ്പോൾ ചെടി ഇങ്ങനെ പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകില്ല. പിന്നെ ഇതിങ്ങനെ നുള്ളി കൊടുത്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് ഇതുപോലെ സ്ലറിയോ നല്ല വളങ്ങളും കൊടുക്കണം. എന്നാലേ നല്ല രീതിയിലൊക്കെ പൊട്ടി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം ചെടികൾക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ 2 ആഴ്ച കഴിഞ്ഞ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.